കേന്ദ്ര സർക്കാർ കാണിക്കുന്ന പരിപാടി എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ജന്തർ മന്ദറിന് ചുറ്റുമുള്ള ഇന്റർനെറ്റ് പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചു. എന്തിനാണ്? അവിടെ നിന്നും തത്സമയ സംപ്രേഷണം ഉണ്ടാവാതിരിക്കാൻ, CJPയിൽ നിന്നുള്ള കാഴ്ചകൾ പുറം ലോകം അറിയാതിരിക്കാൻ. നമ്മളാരാ മക്കൾ? CJPയിൽ പ്രതിഷേധം നടത്തുന്ന ജന്തർ മന്ദറിൽ പോയി അത് ഷൂട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ പുറത്ത് ഇന്റർനെറ്റ് ലഭ്യമാകുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രേക്ഷകരെ കാണിക്കും. അല്പസമയം മുമ്പ് നോബൽ മാരിക്കാരൻ ജന്തർ മന്ദറിൽ പോയി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി പ്രേക്ഷകരെ ആദ്യം കാണിക്കാം. അതിനുശേഷം ഞാൻ നോബൽ മാരിക്കാരനിലേക്ക് ലൈവായി വരാം. എന്താണ് ജന്തർ മന്ദറിൽ കാഴ്ച? സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചു. പക്ഷേ സമരം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്ന് 12:30 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ചർച്ചയുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ആ സമരം അവസാനിക്കില്ല എന്ന സൂചനയാണ് അഭിജിത്ത് ദീപ്കയും നൽകുന്നത്. നമുക്കൊന്ന് ജന്തർ മന്ദറിൽ നേരത്തെ നോബൽ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് നമുക്ക് കണ്ടുവരാം. അരുൺ, ദില്ലി ജന്തർ മന്ദർ രാവിലെ തന്നെ സജീവമാണ്. സജീവമായി തന്നെ സമരക്കാർ എല്ലാവരും രാവിലെ അവരുടെ മുദ്രാവാക്യം വിളികളും ഒപ്പം മറ്റ് പ്രതിഷേധങ്ങളും ഒക്കെയായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ഇന്നും തുടരുകയാണ്. നമുക്ക് വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ CJPയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ കാണാൻ കഴിയും. പ്രധാനപ്പെട്ട ആളുകളെല്ലാം വേദിയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകർ, ഇതിന് പിന്തുണയെത്തിയ ആളുകൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് സമരവേദി വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഒരു കുറ്റപത്രം പോലെ ഒരു ലേഖനം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതിന് വലിയ പിന്തുണ അവിടെ നൽകുന്നു. അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് എന്താണെങ്കിലും ജന്തർ മന്ദർ ഇന്ന് രാവിലെയും ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് വിദ്യാർത്ഥികൾ, യുവാക്കൾ ഒക്കെയാണ് ഇന്നിപ്പോൾ ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അന്നുള്ള അതേ ആൾക്കൂട്ടം ഇന്നും ഇപ്പോൾ, അല്ലെ അതിനേക്കാൾ കൂടുതൽ ആൾക്കൂട്ടം ഇന്നും ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുന്ന കാഴ്ച എന്താണെങ്കിലും രാവിലെ തന്നെ കാണാൻ കഴിയുന്നു. നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ എന്താണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. മുദ്രാവാക്യങ്ങളിലൊക്കെ ഇവർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുക. എന്താണെങ്കിലും സമരവേദി രാവിലെ മുതൽ സജീവമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സാധാരണ ഇതിലൊക്കെ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന പോലെ തന്നെ ആളുകൾക്ക് ഈ ചൂടിൽ കൃത്യമായി തന്നെ വിഷു കൊണ്ട് വീശി നൽകുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. ഒപ്പം മറ്റ് പ്രതിഷേധവുമായി അപ്പുറ സൈഡുകളിലൊക്കെ നിരവധി വിദ്യാർത്ഥികളും യുവജനങ്ങളൊക്കെ എന്താണെങ്കിലും ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ 12:30 CJPയുമായി കേന്ദ്ര സർക്കാരിൻ്റെ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ആ ചർച്ചയിൽ ഒരു സമവായത്തിലേക്ക് എത്തുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കിയത്. പ്രധാനപ്പെട്ട കാര്യം അതായത് ഇന്ന് കേന്ദ്ര സർക്കാർ ഈ CJPയുടെ നിർദ്ദേശപ്രകാരം ഒരു പൊതു ഇടത്ത് ചർച്ച വേണം എന്ന ആവശ്യം അംഗീകരിക്കുകയോട് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ JP നദ്ദ പോലുള്ള കേന്ദ്രമന്ത്രിമാരുടെ വസതികളായിരുന്നു ചർച്ച ഉണ്ടായത്. ഇന്നിപ്പോൾ പൊതു ഇടമെന്ന നിലയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് എന്താണെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്രവും എത്തിയിരിക്കുന്നത്. കാരണം ഇനിയും ഈ പ്രതിഷേധത്തെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നൊരു ആശങ്ക കേന്ദ്ര സർക്കാരിനും ഇക്കാര്യത്തിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതു ഇടത്തിൽ ചർച്ച എന്ന ഇവരുടെ CJPയുടെ ആവശ്യത്തെ ഇപ്പോൾ എന്താണെങ്കിലും അംഗീകരിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇന്നും തുടരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സോനം വാങ്ചുക്ക് അദ്ദേഹത്തിന് നിരാഹാര സമരം അവസാനിപ്പിച്ചു എങ്കിൽ പോലും ഇവരുടെ പ്രതിഷേധം അത് ശക്തമായി തന്നെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി മുതലാണ് ഇവിടെ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്താണെങ്കിലും പ്രതിഷേധം ഇന്ന് ശക്തമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. സ്ത്രീകൾ, അതോടൊപ്പം കുട്ടികൾ, അതോടൊപ്പം തന്നെ പെൺകുട്ടികളൊക്കെ എന്താണെങ്കിലും സമരവേദിയിൽ ഉണ്ട്. आज का प्रोटेस्ट कैसा होगा? आज हम लोग धर्मेंद्र प्रधान की इस्तीफा लेंगे और हम लोग बहुत सारे और भी हमारे मांगे हैं जो भैया आके बताएंगे सब। अभिजीत दिन के भाई कल PM का वीडियो देखा, कल का PM का जी, वो तो हम लोग का मैनिफेस्टो बताए हैं कि वो फास्ट ट्रैक कोर्ट तो हमेशा सब चीज़ के लिए होती है, बलात्कार के लिए भी होती है, बहुत चीज़ के लिए होती है, लेकिन हमारा जो मांग है वो पूरा नहीं हो रहा है. हमारा मांग धर्मेंद्र प्रधान का इस्तीफा है, वो हम लोग चाहते हैं. आज का प्रोटेस्ट कैसा होगा? आज का प्रोटेस्ट कैसा? ഓക്കെ, എവിടെ നിന്നാണ്? മലപ്പുറത്ത്. എങ്ങനെയുണ്ട് പ്രതിഷേധങ്ങൾ? പ്രതിഷേധം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചും കൂടെ ആളുകൾ ഇങ്ങോട്ട് വരണം. കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തുന്ന സമരമാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഇവിടുത്തെ സിസ്റ്റം റോങ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കണം. സ്വന്തം പൈസ മുടക്കിയിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിയിട്ടുള്ളത്. നമ്മൾ വരണം, ഒത്തുചേരണം. ഇന്നലെയാണോ വന്നത്? ഞങ്ങൾ ഇന്ന് രാവിലെയാണ് വന്നത്. ഞാൻ ശരിക്കും പോളണ്ടിലാണ്. ഞാൻ ഇപ്പോൾ വെക്കേഷന് വന്നപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വരാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ വിളിച്ചിട്ട് ഒരുമിച്ച് ഇറങ്ങിയതാണ് അനുഭവം. ഞങ്ങളിപ്പോൾ രാവിലെ വന്നത്. ഇവിടെ ഇപ്പോൾ ഒന്ന് ഓണായി വരുന്നുള്ളൂ. എല്ലാവരും ഉറങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായി, കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഫുൾ ഓണാണ്. എല്ലാവരും ഭയങ്കര എനർജറ്റിക്കലി നിൽക്കുന്നുണ്ട്. വീഡിയോ ഇന്നലെ രാത്രി വന്നിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് വീഡിയോ കണ്ടത്. ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. എന്താണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാം ഇവിടുത്തെ സിസ്റ്റം കറപ്റ്റഡ് ആണ് എന്നുള്ളത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരു കൂട്ടം ജനങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പോൾ അത് വെറുതെ ആവില്ല.
എന്തായാലും ഇതിനൊരു ഫലം ഉണ്ടായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മലയാളികൾ അടക്കമുള്ള ആളുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് പേരെ കണ്ടതാണ്. ഇവർ മലപ്പുറത്ത് നിന്ന് വന്നവരാണ്. ഒരുപാട് ആളുകൾ മലയാളികളൊക്കെ എന്താണെങ്കിലും ഈ പ്രതിഷേധ വേദിയിലേക്ക് എത്തുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ രാവിലെ മുതൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പ്രധാനമന്ത്രിക്കെതിരെ, ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കേന്ദ്ര സംവിധാനക്കെതിരെയുള്ള അവരുടെ മുദ്രാവാക്യം വിളികളൊക്കെ രാവിലെ മുതൽ തന്നെ തുടരുന്നുണ്ട്. അവർ കൃത്യമായി തന്നെ ആ മുദ്രാവാക്യം വിളി തുടരുകയാണ്. मैं तो सिर्फ एक चेहरा हूँ, देखकर मुझे पाओगे खुद को. मैं वो प्रज्वलित पहरा हूँ, कुएं सा गहरा हूँ, 1000 चेहरों का मुखौटा एक. मैं वो एक चेहरा हूँ. सरकार के लिए भूख इतनी हम पूछते जमीन क्यों खाया. भूख इतनी हम पूछते सरकार से खाया जमीन खाई क्यों. भूख इतनी हम पूछते सरकार से जमीन खाया क्यों. अब समझते हैं इतिहास लिखने वालों ने मिटाया क्यों. अब समझते हैं इतिहास लिखने वालों ने मिटाया क्यों. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ ഓരോ നിമിഷവും പങ്കുവെച്ചുകൊണ്ടാണ് ഈ സമരവേദി സജീവമായി തുടരുന്നത്. എന്താണെങ്കിലും യുവാക്കളൊക്കെ ഒരു വലിയ സാന്നിധ്യം ഇന്നും ഇവിടെ തുടരുന്നു. ഇന്നിപ്പോൾ ഈ ചർച്ചയിലാണ് എല്ലാ കണ്ണുകളും. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ ചർച്ചയിൽ സമവായത്തിലേക്ക് എത്തിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുന്നത്. ചർച്ചകൾ ഒരു സമവായം ആവുകയാണെങ്കിൽ ഒരുപക്ഷെ സമരം ഇന്നിപ്പോൾ അവസാനിക്കും. അതല്ലെങ്കിൽ വലിയ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളെ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യത്തിൽ ഇപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടി ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ആവശ്യം അംഗീകരിക്കപ്പെടാതെ ഒരു കാരണവശാലും ഈ സമരം അവസാനിക്കുമെന്നും നമ്മൾ കരുതുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പെരാമ്പറയ്ക്കൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ജന്തർ മന്ദർ. എന്താണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അവിടെ ജന്തർ മന്ദറിലേക്ക്